الحال. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയ ശ്രോതാക്കളെ, ബദർ യുദ്ധത്തിലെ ഏതാനും ചില അലർക്ക നിമിഷത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മഹാകവി മർഹൂം മൊയ്ൻകുട്ടി വൈദ്യ രചിച്ച ബദർ കിസ്സ പാട്ടിന്റെ ഈരടികളോടെ നമുക്ക് തുടങ്ങാം. അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയാം അലിഫ് അക്ഷര പൊരുൾ ബിസ്മില്ലാ അലിമക്കലെ കുത്തുബനുദിനം ഖുർആനിൽ അഴകുറ്റലഗോരി ബിസ്മില്ലാ അഴകുറ്റലഗോരി ബിസ്മില്ലാ. അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയാം അലിഫ് അക്ഷര പൊരുൾ ബിസ്മില്ലാ അലിമക്കലെ കുത്തുബനുദിനം ഖുർആനിൽ അഴകുറ്റലഗോരി ബിസ്മില്ലാ അഴകുറ്റലഗോരി ബിസ്മില്ലാ. ഖസ്വത്തുൽ ബദർ, യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിനം. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോലിജത്തിന്റെയും ഇതിഹാസ ചരിത്രം അതാണ് ബദർ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നബിയും സഹാബത്തും മക്കയിലേക്ക് പ്രബോധനം നടത്തുമ്പോൾ ശത്രുപക്ഷം പീഡനമയച്ചു വിട്ടു. സ്വന്തം തെജിസ് കൊണ്ട് നബിയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഹക്കാനെ കോനമരൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ് ആരേതുമെത്തിടുക ഈറാറ് മുത്ത് ഷഹർ ബാറാൽ പോർത്ത് പിറകെ. ഹക്കാനെ കോനമരൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ് ആരേതുമെത്തിടുക ഈറാറ് മുത്ത് ഷഹർ ബാറാൽ പോർത്ത് പിറകെ. മദീനയിലെത്തിയിട്ടും ഖുറൈശികൾ വെറുതെ വിട്ടില്ല. അവർ ക്രൂശിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർച്ച ചെയ്ത് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയാ. അവിടുന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മദീന കൊള്ളയടിക്കാൻ ശത്രുപക്ഷം ലക്ഷ്യമിട്ടു. ആ കച്ചവട തലവൻ ആരാണെന്നറിയണ്ടേ? നിക്കാതെ ഷാമുകനും യക്കൂഷുവാനു സൗദാക്കറുകെല്ലാമും ഒരുമീ നഫ്റാറാവർക്കടവേ കഫിയായ മൂഫനബു സുഫിയാന ദണ്ഡുമുരയായ്. ഹക്കാലെ കോലമരൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ് ആരേതുമെത്തിടുക ഈറാറ് മുത്ത് ഷഹർ ബാറാൽ പോർത്ത് പിറകെ. മുത്തുനബിയുടെ ഏറ്റവും വലിയ ശത്രുവായ അബൂ സുഫിയാൻ തങ്ങൾ മക്കയിൽ ഇട്ടേച്ച് പോന്ന മുഴുവൻ സമ്പത്ത് കൊണ്ടും ശത്രുപക്ഷം ഷാമിലേക്ക് പോന്ന വിവരം നബി തങ്ങൾക്ക് ലഭിക്കുകയാ. ശത്രുപക്ഷം വരുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി മാന്യമാവീതം ചോദിച്ചു വാങ്ങാൻ നബിയും സഹാബത്തും പദ്ധതിയിട്ടു. അതിന്റെ ഭാഗമായി ബദറിലേക്ക് നീങ്ങുകയാ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാ പിൻ രണ്ടും അസ്വദുമാമേ. ഇസ്ലാമിന്റെ 3 പതാകകൾ എന്തിക്കൊണ്ടായിരുന്നു അവരുടെ പുറപ്പാട്. ഒന്നാം പതാക മിസ്അദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, രണ്ടാം പതാക ദീനനായ അലി റളിയല്ലാഹു അൻഹു, മൂന്നാം പതാക സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുമായിരുന്നു. ബദറിലേക്കുള്ള സ്വഹാബത്തിന്റെ യാത്ര വളരെ സാഹസികമായിരുന്നു. യുദ്ധമെന്ന ലക്ഷ്യം സ്വപ്നത്തിൽ പോലുമില്ലാത്ത സ്വഹാബത്തിന്റെ കൈകളിൽ കുറഞ്ഞ ആയുധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹിജ്റ 2-ാം വർഷം റമളാൻ 12-ന് തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ട് ബദറിൽ നീങ്ങുകയാ. ഷഹറുകളിൽ പോരീശ ബിക്രമലാൻ ഈരാരും ശരപൊളിയേ തിങ്കൾ ഇരികരിരോരും ഖറജുട ശൈലിയിലും ഉള്ളീത തിരുനബി തങ്ങൾ തിരുനബി തങ്ങൾ. നബിയും സഹാബത്തും
ബദറിലെത്തുന്ന വിവരം അബൂ സുഫിയാൻ എങ്ങനെയോ മണത്തറിഞ്ഞു. കൂട്ടുകാരനായ ലംലമിന് 200 മിസ്അദ് ദിർഹം കൊടുത്ത് അബൂജഹലിനോട് വിവരം പറയാനായി മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഉളരിടയിലും നഖത്തേടി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയും മോണ്ട് ദിനം വന്നേ തെളിവറിനെ ബി കന്ന് തായാതിക ഉമ്മത്താ ഏറെ പോരി തന്നിൽ കണ്ട ഏക മനമതാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരി ആതിക ബീബി ഒരു സ്വപ്നം കാണുകയാ. മക്കക്കാർക്ക് വലിയ നഷ്ടം വരാനിരിക്കുന്നു. ഇതെങ്ങനെയോ പുറത്തറിഞ്ഞതോടെ കൂടി അബൂജഹലിന്റെ വീറും വാശിയും കൂടി വന്നു. തങ്ങളെയും സഹാബത്തിനെയും രമപുരയിലേക്ക് അയക്കണമെന്ന തുഷാദത്തിലായിരുന്നു അബൂജഹൽ ബദറിലേക്ക് പുറപ്പെട്ടത്. ബദർ യുദ്ധം കാഹളം കൊണ്ടു. ഖുറൈശികൾ പ്രമുഖരും നിലത്ത് പതിഞ്ഞു. അബൂജഹൽ നിലവിളിക്കുന്നു. അസ്വദും അരീദും എല്ലാം പോയി. മുഹാദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ എടുത്തിടുകയാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ പതരമേറ്റ് അബൂജഹൽ നിലത്ത് പെടയുകയാണ്. പതരം കണ്ട ഖുറൈശികൾ പിന്തിരിഞ്ഞോടി. ഈ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരെയോ തിരഞ്ഞു നടക്കുന്നുണ്ട്. ആരെയാണത്? നബികൾ റസൂൽകൾക്കും നായകൻ ഖാത്തിമാരെ നബി തങ്ങൾ അസ്ഹാബിൽ പാരിലല്ല. നബികൾ റസൂൽകൾക്കും നായകൻ ഖാത്തിമാരെ നബി തങ്ങൾ അസ്ഹാബിൽ പാരിലല്ല. അബൂജഹൽ പെട്ടോട് കൂടി കിടന്നിട്ടും ഉങ്കോട് കൂടെ എന്തൊക്കെയോ വിറവിറക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. എന്തായിരിക്കും അബൂജഹലിന് ചെയ്യാനുണ്ടാവുക? കേളടാ കേളട അബൂജഹലെ കേളട കൊടി അടട കേളട ജടായ മുട കേളട കേളട അബൂജഹലെ കേളട കൊടി അടട കേളട ജടായ മുട കേളട തുടി തുടിക്കും ചടയ കടുകടുക്കും പകയ തുടി തുടിക്കും ചടയ കടുകടുക്കും പകയ ജഗനെ കേളട കേളട അബൂജഹലെ കേളട കൊടി അടട കേളട ജടായ മുട കേളട കേളട ജടായ മുട കേളട. അബൂജഹൽ ഉങ്കോട് കൂടി പറയുന്നു, എന്റെ കഴുത്ത് നീട്ടി അങ്ങ് മുറിക്കണം. ഇത് കണ്ട് മുഹമ്മദ് പേച്ച് വരക്കണം. ഇത് കേട്ടവാടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ഉറയിൽ നിന്ന് വാളൂരി കഴുത്ത് നീട്ടി അങ്ങ് മുറിച്ചു. അബൂജഹൽ പിടയുകയാണ്. ഭീമന്റെ ചെവിയിൽ തുളയിട്ട് കൊണ്ട് അബൂജഹലിന്റെ തലയെ കൊണ്ടുപോയി ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സുജൂദിലേക്ക് നമസ്കരിക്കാനായി വീണു. ആനേ ആദമുകൾ കളർ ശണ്ടർഷാ അർദേ ഇബ്നു മസ്ഊദ് എടുത്ത ഹംസ ചേന കണ്ടം വീട്ടിട്ടവർ നടന്ന സിറ നബിയോരെ തിരുമുമ്പത്താ സിറ നബിയോരെ തിരുമുമ്പത്താ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി അബൂജഹലിന്റെ പതനം ചരിത്രത്തിൽ നിന്ന് നമസ്കരിക്കപ്പെടുകയാണ്. ബദർ ഒരിക്കലും അക്രമമായിരുന്നില്ല, അതൊരു പ്രതിരോധമായിരുന്നു എന്ന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെ വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.